നമസ്കാരം. ഇന്ന് ലോകമറിയപ്പെടുന്ന മഹാന്മാരിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശ്രീനാരായണ ഗുരു ആണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ആധുനിക കേരളത്തിലെ ഏറ്റവും മഹാനായ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണിവ. ആഴത്തിൽ വേരോടിയ ജാതി വ്യവസ്ഥയും അനാചാരങ്ങളും ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നതിന് ശ്രീനാരായണ ഗുരുവിനെ സാധിച്ചു. സംവരണവും മറ്റ് നിയമങ്ങളും ഇല്ലാതിരുന്ന അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ അധംകൃത വർഗക്കാരുടെ ജീവിതം വളരെ ശോചനീയമായിരുന്നു. ചാതുർവർണ്ണ്യത്തിൻ്റെയും തീണ്ടലും തൊടിയിലും ഉൾപ്പെടെയുള്ള ദുരാചാരങ്ങളുടെയും ഭ്രാന്താലയമായിരുന്ന കേരളത്തിൽ നമ്പൂതിരിമാരും നായന്മാരും മറ്റും മേൽജാതിക്കാരായും ഈഴവരും മറ്റ് പിന്നോക്കഭാവവുമായും പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു യോഗീശ്വരനായി രാജ്യത്തുടനീളം യാത്ര ചെയ്ത് സാമൂഹിക സമത്വത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണർത്തുവാൻ ശ്രീനാരായണ ഗുരുസ്വാമികൾക്ക് കഴിഞ്ഞു. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി ഗ്രാമത്തിൽ 1855 ഓഗസ്റ്റ് 28 ശ്രീനാരായണ ഗുരു ജനിച്ചത്. നാണു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ നാടു ചുറ്റാൻ ഇറങ്ങി. നാണുസ്വാമികൾ എന്നാണ് അദ്ദേഹം ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അദ്ദേഹം മരുത്വാമലയിലെ ഒരു ഗുഹയിൽ ധ്യാന നിമഗ്നനായി കഴിഞ്ഞു. കുറേ കാലം അങ്ങനെ കഴിച്ചുകൂട്ടി. 1888 അവിടെ നിന്നും അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ ശിവലിംഗ പ്രതിഷ്ഠ അദ്ദേഹം ഈഴവനാണെന്ന കാരണത്താൽ കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. 1891 കേരള കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി ചേർന്നു. 1903 സാമൂഹിക പരിഷ്കരണത്തിനുള്ള പ്രസ്ഥാനമെന്ന നിലയിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP സ്ഥാപിതമായി. ജാതി വ്യത്യാസമില്ലാതെ ഏവർക്കും പ്രവേശിക്കാവുന്ന നിരവധി ക്ഷേത്രങ്ങൾ ശ്രീനാരായണ ഗുരു അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ചില ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളില്ലാത്ത പ്രതിഷ്ഠയാണ് നടത്തിയത്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ സമകാലികരായിരുന്ന സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു, മഹാകവി കുമാരനാശാൻ എന്നിവരുടെ കൂട്ടായ യത്നത്തിലൂടെ കേരളത്തിലെ താണജാതിക്കാരുടെ ദുരവസ്ഥ ഗണ്യമായി പരിഹരിക്കപ്പെട്ടു. 1912 വർക്കല ശിവഗിരി ശാരദാ പ്രതിഷ്ഠ, 1923 ആലുവ സർവമത സമ്മേളനം എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ്. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധിയടഞ്ഞു. ഗാന്ധിജിയും